ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കാൻ അല്ലെങ്കിൽ സ്മരിക്കാൻ പഠിപ്പിക്കപ്പെടുന്ന ആള് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഓർക്കാൻ പഠിപ്പിച്ചത്, എടുത്തു പറയപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളിൽ കടന്നു വരുന്ന ഒരു നാമമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. പരിശുദ്ധമായ 5 വഖ്ത് നമസ്കാരങ്ങളിൽ 4 സ്ഥലങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കപ്പെടുന്നത്. ആ പേര് പറയൽ കൊണ്ട് മാത്രം തീർന്നില്ല, അദ്ദേഹത്തിന്റെ മേലെ സ്വലാത്തും രക്ഷയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആ ദുആഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ മയ്യത്ത് നമസ്കാരത്തിലേക്ക് നിന്നാൽ പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമത്തെ ഉച്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് ഉംറ കർമ്മത്തിനു വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കപ്പെടുന്നവൻ അവനും പറയേണ്ട ഒരു നാമത്തിൽപ്പെട്ടതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് നാമങ്ങൾ. ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ, നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ ഈ പ്രവാചകന്റെ നാമങ്ങളും ഈ പ്രവാചകന്റെ കുടുംബത്തെ പറ്റിയുള്ള പരാമർശങ്ങളും കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മറ്റു നബിമാർക്കില്ലാത്ത സ്ഥാനവും മാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനവും ഈ പ്രവാചകന് കൊടുത്തു എന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ പ്രവാചകന്മാരെയും ഓർക്കാൻ വേണ്ടി ഒരൊറ്റ പദമാണ് ഉപയോഗിച്ചതെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരെടുത്ത് 4 പ്രാവശ്യം ആ നമസ്കാരത്തിലൂടെ പറയുകയാണ്. മറ്റെല്ലാ പ്രവാചകന്മാരെയും ഒറ്റ വാക്കിൽ അല്ലാഹു ഒതുക്കി അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതിൽ എല്ലാ പ്രവാചകന്മാരും ഉൾപ്പെട്ടു, എല്ലാ ശുഹദാക്കളും ഉൾപ്പെട്ടു, എല്ലാ ഔലിയാക്കന്മാരും ഉൾപ്പെട്ടു, എല്ലാ നല്ലവരായ ആളുകളും ഇതിൽ ഉൾപ്പെട്ടു എന്നതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അല്ലാഹു 4 തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നതാണ്. അപ്പോൾ ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന് ഈ ഉമ്മത്തിലുള്ള സ്ഥാനം വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത്രയും അധികം പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള കാരണം? ആ പ്രവാചകന്റെ പേര് നമ്മളോട് സ്മരിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. 2 കാരണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പേരുകൾ അല്ലെങ്കിൽ ഈ പ്രവാചകനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മളിൽ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ഒന്നാമത്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു ദുആയായിരുന്നു. ആ ദുആകൾക്കുള്ള ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണയെ നിലനിർത്താൻ കാരണമെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസത്തിൽ ജന്നത്തി നഈം. ഇത് ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഹബ്ലി ഹുക്മാ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അറിവിന്റെ വഴികൾ എനിക്ക് നീ തുറന്നു തരണമേ അല്ലാഹ്, എനിക്ക് നീ ഹിക്മത്ത് പഠിപ്പിച്ചു തരണമേ റഹ്മാനേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, ഞാൻ മരിച്ചു കഴിഞ്ഞ്
ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്നെ നീ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ ചേർക്കണമേ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ദുആയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ദുആയാണ്, അതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പറയുന്നു, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം എന്നെ പറ്റി പറയപ്പെടണമേ അല്ലാഹ്. എന്നെ പറ്റി പറയുന്ന ഒരു സമൂഹത്തെ നീ കൊണ്ടുവരണമേ. എന്നെ കുറിച്ച് നല്ലത് പറയുന്ന, എന്നെ കുറിച്ച് ഓർക്കപ്പെടുന്ന, എന്നെ സ്മരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നീ കൊണ്ടുവരണമേ. വജഅൽനി മിൻ വറസതിൽ ജന്നതി നഈം. സ്വർഗത്തിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിലേക്ക് എന്നെ നീ ചേർക്കണമേ. എനിക്ക് നീ സ്വർഗം നൽകണമേ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദുആ. ഈ ദുആയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മുഖ്യമായ ഒരു കാര്യം, എന്നെ കുറിച്ച് സൽകീർത്തിയോടെ ഓർക്കപ്പെടുന്ന, എന്നെ കുറിച്ച് ഓർക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ, ആ സമൂഹത്തിലേക്ക് എന്നെ ഓർക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നീ കൊണ്ടുവരണമേ എന്ന്. അതിന്റെ ഉത്തരമാണ് നാം ഇപ്പോഴും ഓരോ നമസ്കാരങ്ങളിലും അദ്ദേഹത്തെ പറ്റി, ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പരാമർശിക്കപ്പെടുന്നത്. ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കപ്പെടാൻ വേണ്ടി ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഈ സ്ഥാനം അദ്ദേഹത്തിന് കരസ്ഥമാകാനുള്ള കാരണം ഇതായിരുന്നു എന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, രണ്ടാമത് അദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തുല്യതയില്ലാത്ത രീതിയിൽ അനുസരിച്ചു എന്ന കാരണത്താലാണ്. തുല്യതയില്ലാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അത് അപ്രകാരം അനുസരിച്ചു എന്നതാണ് ഇദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭിക്കാനുള്ള കാരണം. ഇദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാനുള്ള കാരണം അല്ലാഹു എന്താണോ പറഞ്ഞത് അക്ഷരം പ്രതി അതേപടി അംഗീകരിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അദ്ദേഹത്തോട് കൽപ്പിച്ചു, തന്റെ മകനെയും ഭാര്യയെയും ആരുമില്ലാത്ത കഅബാലയത്തിന്റെ പ്രാന്തപ്രദേശത്ത് കൊണ്ടുപോയി നിങ്ങൾ താമസിപ്പിക്കണം. അന്ന് കഅബയില്ല, അന്ന് അവിടെ ജനവാസമില്ല, അവിടെ യാതൊരു കൃഷി സ്ഥലങ്ങളുമല്ല, തരിശായ ഭൂമിയാണ്. ആരും സഹായത്തിനില്ലാത്ത, ആരും എത്തി നോക്കാൻ പോലുമില്ലാത്ത, ഒരു സഹായത്തിന് പോലും ആരും വിളിക്കാൻ ഇടയില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പോലും നടക്കാത്ത വിജനമായ ഒരു പ്രദേശത്താണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാഈൽ നബിയെയും ഹാജറ ബീവിയെയും താമസിപ്പിക്കാൻ കൊണ്ടുപോയത്. അവരെവിടെ നിന്നാണ് യാത്ര ചെയ്തു വരുന്നത്? ഫലസ്തീനിൽ നിന്നാണ് യാത്ര ചെയ്തു വരുന്നത്. മാസങ്ങളോളമുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് ശേഷമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് കഅബാലയം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. അത് വലിയൊരു ത്യാഗം തന്നെയല്ലേ? നമ്മുടെ കുടുംബത്തെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ ഭാര്യയെയോ വേറൊരു സ്ഥലത്ത് പോയി ആരും സഹായത്തിലില്ലാത്ത സ്ഥലത്ത് പോയി താമസിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ അതനുസരിക്കുമോ? ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അംഗീകരിച്ചു, അത് അനുസരിച്ചു എന്നതാണ്. ആ കുഞ്ഞാകട്ടെ വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ടായ ഒരു കുഞ്ഞാണ്. അദ്ദേഹത്തിന് വർഷങ്ങളായി പ്രാർത്ഥന നടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആറ്റുനോറ്റ് കൊടുത്ത ഒരു കുഞ്ഞായിരുന്നു മഹാനായ ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ കുഞ്ഞിനെ കൊണ്ടുപോയി താമസിക്കണം, ആ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒന്നാമത്തെ കൽപ്പന. അത് അദ്ദേഹം അംഗീകരിച്ചു, അദ്ദേഹം നടപ്പിലാക്കി. കഅബാലയം പണിയണമെന്ന് പറഞ്ഞു, അത് അദ്ദേഹവും മകനും കൂടി അത് പൂർത്തിയാക്കി. മാത്രമല്ല, ആ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. മിനാ താഴ്വരയിലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവിടെ ഇബ്ലീസ് കടന്നു വരുന്നുണ്ട്. ഇബ്രാഹിമേ, നീ എന്താണ് ചെയ്യുന്നത്? നീ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്? നിനക്ക് ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയല്ലയോ? ആ കുട്ടിയെ നീ ബലിയെറുക്കാൻ വേണ്ടി പോകുകയാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഇബ്ലീസിന് നേരെ കല്ലെറിഞ്ഞു എന്നാണ് ചരിത്രം. ഒരു തവണയല്ല, 3 തവണയാണ് ഇബ്ലീസിനെ കല്ലെറിഞ്ഞത്. അതിന്റെ സ്മരണയ്ക്കായി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ കല്ലെറിയുന്ന കർമ്മം അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനയ്ക്ക് മുന്നിൽ, ഈ കൽപ്പന അനുസരിക്കാതിരിക്കാൻ വേണ്ടി ഇബ്ലീസ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കുതന്ത്രങ്ങൾ പണിയുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അംഗീകരിക്കുന്നില്ല. അപ്പോഴും സ്ഥാനം കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്കാണ്. അല്ലാഹു എന്താണോ എന്നോട് കൽപ്പിച്ചത് അത് ഞാൻ ചെയ്യും എന്ന ദൃഢനിശ്ചയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് വദ്ഖുറുൽ ഫിൽ കിതാബി ഇബ്രാഹിം. പരിശുദ്ധമായ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ താങ്കൾ ഓർക്കണമേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മളോട് ഓർക്കാൻ പറയുകയാണ്. കാരണം വലിയ ത്യാഗം സഹിച്ച് വലിയ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അംഗീകരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് താങ്കൾ ഓർക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്താണ് അതിന് കാരണമായി അല്ലാഹു പറയുന്നതെന്നറിയുമോ? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സത്യസന്ധനായിരുന്നു, ഒരു ദൃഢവിശ്വാസമുള്ളവനായിരുന്നു, ഒരു ദൃഢവിശ്വാസമുള്ള നബിയായിരുന്നു. തന്റെ വിശ്വാസത്തിൽ 100% ക്വാളിഫിക്കേഷൻ ഉള്ള പ്രവാചകനായിരുന്നു. മറ്റുള്ള പ്രവാചകന്മാരെല്ലാം അങ്ങനെയല്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സ്ഥാനം കൊടുക്കാനുള്ള കാരണമാണ് ദൃഢവിശ്വാസമുള്ള ആളായിരുന്നു ആ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനോട് പഠിപ്പിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾ ഓർക്കണം. കാരണം ഉയർന്ന സ്ഥാനമുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ കുറിച്ച് ഓർക്കണം എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? എന്നെ കുറിച്ച് ഓർക്കപ്പെടുന്ന ഒരു സമൂഹത്തെ അള്ളാഹു എനിക്ക് നൽകണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ, അദ്ദേഹത്തിന്റെ സൽകീർത്തിയെ പ്രകീർത്തിക്കാൻ ആളുകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും ദുആ ചെയ്തതിന്റെയും കാരണം എന്താണ്? എന്താണെങ്കിലും ആ കാരണം അതൊരു ഭൗതികമായ കാരണമായിരിക്കുകയില്ല. കാരണം പ്രവാചകന്മാരാരും തന്നെയും ഭൗതികമായ താല്പര്യത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല. അവരാഗ്രഹിച്ചത് പാരത്രികമായ നന്മയായിരുന്നു. ആ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സ്മരണയെ ഈ ലോകത്തിന് നിലനിർത്തണം എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പരിശുദ്ധമായ ഈ ഖുർആനിലെ വാക്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫൽ ഇൻസാനുൽ വാഹിദു, ഒരു മനുഷ്യൻ ബിഹൈസു യുസ്നി അലൈഹിൽ ജമീഉൽ അലീം, ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ പറ്റി നന്നായി പറയണം എന്നത്, വയംദഹൂനഹു, അദ്ദേഹത്തെ മദ്ഹ് ചെയ്യണം എന്നതും, വയുഅള്ളിമൂനഹു, അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നതും, സബബൻ ലിഹുസൂലി സിയാദതി കമാലിഹി, അല്ലാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യനുള്ള സ്ഥാനവും പദവിയുമാണ് സൂചിപ്പിക്കുന്നത്. അതാണ് അതിനുള്ള കാരണമെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനവും മാനവും കൂടാൻ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ലോകത്തിന് മുഴുവൻ ആ പ്രവാചകന്റെ ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു.
ഈ മുഹമ്മദിയ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്മരണ നിലനിർത്തണം എന്ന് നമ്മളോട് കൽപ്പിക്കുകയാണ്. പരിശുദ്ധമായ നമസ്കാരങ്ങളിലൂടെ, മറ്റു പ്രവർത്തനങ്ങളിലൂടെ, മറ്റു ഇബാദത്തുകളിലൂടെ എല്ലാം ഈ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയും ഓരോ മുഅ്മിനുകളും മനസ്സിലാക്കുന്നു, പഠിക്കുന്നു എന്നതാണ്. അത് അദ്ദേഹം ചെയ്ത ഒരു ദുആഇന്റെ കാരണമാണ് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്തേ? ആളുകൾ ഒരു മരണപ്പെട്ട ആളുകളെ പറ്റി നല്ലത് പറയുക എന്നത് അത് ഇബാദത്താണ്. അത് ഇബാദത്ത് മാത്രമല്ല, ആ മനുഷ്യനത് നന്മയല്ലാതെ അത് എത്തിക്കുകയില്ല എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഓരോ മൗലിദുകളും ഓതപ്പെടുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മൗലിദ്, അതുപോലെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ കുറിച്ച്, ഇമാമിയങ്ങളെ കുറിച്ച്, അതുപോലെ സ്വഹാബത്തിനെ കുറിച്ചുള്ള മൗലിദുകൾ, ഈ മൗലിദുകളിലെല്ലാം പറയപ്പെടുന്നത് അവരുടെ സൽകീർത്തി പറ്റിയാണ്, അവരുടെ മദ്ഹുകളെ പറ്റിയാണ്, അവരുടെ എല്ലാ നല്ല സ്വഭാവങ്ങളെ പറ്റിയുമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അതിന്റെ ദറജകൾ, അതിന്റെ സിയാദത്തുകൾ, ആ ദറജയുടെ സിയാദത്തുകൾ കൂട്ടിക്കൊടുക്കുമെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, ഉദ്ഖുറൂ മഹാസിന മൗതാകും, നിങ്ങൾ മരണപ്പെട്ടവരെ കുറിച്ച് നല്ലത് പറയണമേ, അവരെ കുറിച്ച് നല്ലത് നിങ്ങൾ ചിന്തിക്കണമേ, അവരെ കുറിച്ച് നിങ്ങൾ നല്ലത് സംസാരിക്കണമേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ലത് സംസാരിച്ചാൽ ആ നന്മ അവന്റെ ഖബറിലേക്ക് കിട്ടുകയാണ്. നല്ലത് പറഞ്ഞാൽ അതിന്റെ നന്മ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലത് നമ്മെ പറ്റി പഠിപ്പിക്കുക, നമ്മൾ നല്ലതിനെ പറ്റി പറയുക എന്നത് അത് നമുക്ക് ആഖിറത്തിൽ ഗുണം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമ്മൾ നല്ലത് പറയുമ്പോൾ, ആ പ്രവാചകന്റെ മദ്ഹുകൾ പറയുമ്പോൾ, ആ പ്രവാചകന്റെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ പ്രവാചകന്റെ ത്യാഗവും സ്മരണയും അർപ്പണബോധവും എല്ലാം നാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതൊരു മനുഷ്യനെ പറ്റിയാണെങ്കിലും അവനെ പറ്റി നല്ലത് സംസാരിക്കുക എന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ അത് മുഖേന നൽകപ്പെടുമെന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചുവല്ലോ, ഇദാ മാതൽ ഇൻസാനു ഇൻകതഅമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ അതോടുകൂടി അവസാനിക്കുകയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ അതോടുകൂടി അവസാനിക്കുന്നു, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നിസ്കരിക്കാൻ കഴിയോ, നോമ്പ് പിടിക്കാൻ കഴിയോ, സ്വതക്ക കൊടുക്കാൻ കഴിയോ? ഒന്നും കഴിയില്ല. അവന്റെ അമലുകൾ, അവൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അമലുകളെല്ലാം അതോടുകൂടി അവൻ അവസാനിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ മിൻ സലാസ്, എന്നാൽ മൂന്ന് കാര്യത്തിൽ ഒഴിച്ച് ആ സൽക്കർമ്മം അവിടെ അവസാനിക്കുന്നില്ല. മൂന്ന് കാര്യത്തിൽ അവൻ അമൽ ചെയ്യുന്നവനെ പോലെ തന്നെയാണ്. അവൻ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള മനുഷ്യനെ പോലെ തന്നെയാണ്. മൂന്ന് കാര്യങ്ങൾ അവനുണ്ടെങ്കിൽ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയുമോ? ഒന്നാമത്തെ സ്വദഖത്തുൻ ജാരിയ, ഖബറിലേക്ക് ഒഴുകപ്പെടുന്ന പ്രതിഫലങ്ങൾ ഒഴുകപ്പെടുന്ന സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖയാണ്. പള്ളിക്ക് വേണ്ടി പൈസ കൊടുക്കുക, പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ വിനിയോഗിക്കുക, മദ്രസകൾക്ക് വേണ്ടി പൈസ ഉപയോഗിക്കുക, സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസകളും വിനിയോഗിക്കുക, ഇതെല്ലാം സ്വദഖത്തുൻ ജാരിയയാണ്. ഖബറിലേക്ക് ഇടതടവില്ലാതെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറഞ്ഞു, വഇൽമുൻ യന്തഫഉ ബിഹി, ഇൽമിനു വേണ്ടി പരിശ്രമിക്കുന്നവനാണ് രണ്ടാമത്തെ ആൾ. ആ ഇൽമിനു വേണ്ടി പരിശ്രമിക്കുന്ന ആൾ, നമ്മുടെ ഉസ്താദന്മാരെ നമ്മൾ ഓർക്കുന്നില്ലേ?
നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് എത്രയോ നല്ല അറിവുകൾ പഠിപ്പിച്ചു തന്നു. ആ അറിവുകൾ കൊണ്ടല്ലേ നാം ജീവിക്കുന്നത്. ഇസ്ലാമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ നമ്മുടെ നമസ്കാര ക്രമങ്ങൾ മഹാനായ ഇമാം ഷാഫി, ഹനഫി റളിയല്ലാഹു അൻഹുമാ ഇവരെ പോലുള്ള മഹത്തുക്കൾ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ടല്ലേ പരിശുദ്ധമായ നമസ്കാരം എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെ അവരുടെ ഖബറിലേക്ക് പ്രയോജനം കിട്ടപ്പെടുന്ന അമലുകളായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവനു വേണ്ടി ദുആ ചെയ്യുന്ന അവന്റെ മക്കളാണ്. ഒരാൾ മരിച്ചു, പക്ഷേ അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ അവൻ ബാക്കിയാക്കിയിട്ടുണ്ട് എങ്കിൽ അവൻക്ക് ഖബറിലേക്ക് ഇടതടവില്ലാതെ അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ മരണപ്പെട്ടതിനു ശേഷവും ഓർക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നത് ആ മാതാപിതാക്കൾക്കുള്ള വലിയ സൗഭാഗ്യമാണ്. ആ മാതാപിതാക്കളിലൂടെ മാതാപിതാക്കൾ അപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. എത്രയോ ആളുകളാണ് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന സ്വതക്ക ഞാൻ നൽകി, അല്ലെങ്കിൽ ഇത്ര പൈസ ഞാൻ നൽകുന്നു, അല്ലെങ്കിൽ പള്ളിക്ക് ഇത്ര ഫാന്, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഒരുപാട് നന്മകൾ കൊടുക്കുന്നു, ഖൈറാത്തുകൾ കൊടുക്കുന്നു. ബർസഖിയായ ജീവിതത്തിൽ അവർക്ക് അല്ലാഹു ആനന്ദം കൊടുക്കുന്നു. ആ മക്കളിലൂടെ ആ മാതാപിതാക്കൾ അപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അവരെ പറ്റിയുള്ള സൽകീർത്തിയാണ് അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്. ആ മകൻ അല്ലെങ്കിൽ ആ മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ മകനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളെ നാട്ടുകാരും സമൂഹവും ഓർത്തിരിക്കാൻ വേണ്ടി അതിനൊരു കാരണമാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ലത് പറയുന്നതിലൂടെ അദ്ദേഹത്തിലേക്ക് ആ നന്മകൾ ചെന്നെത്തുകയാണ്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം നാം വിശകലനം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നാളത്തേക്ക് വേണ്ടി നമ്മെ കുറിച്ച് നല്ലത് സംസാരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി നാം തയ്യാറാകണം. അതിനെന്താ, സമൂഹത്തിനെ നമ്മൾ പരിവർത്തനപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, നാം സ്വന്തം പരിവർത്തനപ്പെടുകയാണ് ചെയ്യേണ്ടത്. ആരെപ്പറ്റിയും നമ്മൾ മോശം പറയിപ്പിക്കാൻ പാടില്ല. ഇന്നയാൾ മരിച്ചു, അവനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറായിരുന്നു, ഷർറായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ വരുത്തരുത്. നല്ലത് പറഞ്ഞില്ലെങ്കിലും അവനെ പറ്റി ഒരു മോശം പറയാൻ, അല്ലെങ്കിൽ നമ്മളെ പറ്റി ഒരു മോശം പറയുന്ന ഒരാൾ പോലും ഉണ്ടാകരുത്. ആ നിലയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ചില ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും, അവനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറി, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഒരു ഉപകാരമില്ലാത്തവനായിരുന്നു, എന്നെ എത്ര ഇടങ്ങേറി ചെയ്തവനാണ്, എന്റെ പൈസ ഇത്രയും തട്ടിയവനാണ് എന്നെ പറ്റിയൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഒരു തിന്മയെന്നോണം അല്ലെങ്കിൽ ഒരു ഉപദ്രവം എന്നോണം അവന്റെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലൂടെ ഒരിക്കൽ ഒരു ജനാസയെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ആ ജനാസയെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ആ പോകുന്ന ജനാസ അത് എത്രയോ നല്ല മനുഷ്യനാണ്, എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ്, ആർക്കും ഒരു ഉപദ്രവവും ലഭിക്കാത്തവനാണ്, അവനിൽ നിന്ന് യാതൊരു ഉപദ്രവവും ലഭിക്കാത്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പോൾ പറഞ്ഞു, വജബത്ത് എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ മറ്റൊരു ജനാസയുമായി ആളുകൾ ഇങ്ങനെ ചുമന്നുകൊണ്ടു പോകുന്ന സമയത്ത് ജനങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ എത്രയോ മോശപ്പെട്ട മനുഷ്യനായിരുന്നു, എത്രയോ മോശപ്പെട്ട മനുഷ്യനായിരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ടപ്പോഴും പറഞ്ഞു വജബത്ത്. രണ്ട് സമയത്തും നല്ലത് പറഞ്ഞപ്പോഴും ചീത്ത പറഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ വജബത്ത് എന്ന് പറഞ്ഞു. ഈ രണ്ട് സന്ദർഭത്തിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമീപത്തിലുണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാ വജബത യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിനെ പറ്റി നന്മ പറഞ്ഞപ്പോൾ താങ്കൾ വജബത്ത് പറഞ്ഞുവല്ലോ, രണ്ടാമത് തിന്മ പറഞ്ഞപ്പോൾ താങ്കൾ വീണ്ടും വജബത്ത് പറഞ്ഞുവല്ലോ, എന്താണ് ഈ വജബത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹാദാ അസ്നൈതും അലൈഹി ഖൈറൻ ഫവജബതു ലഹുൽ ജന്നാ.
ജനങ്ങൾ ആദ്യം കൊണ്ടുപോയ ജനാസയെ കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു നല്ല കാര്യമാണ് ചെയ്തത്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കപ്പെട്ട നല്ല ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വജബത്ത് പറഞ്ഞതിന്റെ കാരണം അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ആ ജനങ്ങളുടെ ഒറ്റ വാക്കുകൊണ്ട് അവന് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. രണ്ടാമതൊരു ജനാസ കൊണ്ടുപോയപ്പോൾ ആളുകൾ പറഞ്ഞു, ഓ ഇദ്ദേഹം ഒരു മോശപ്പെട്ട മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും വജബത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കാരണമായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഹാദാ അസ്നൈതും അലൈഹി ശർറൻ ഫവജബതു ലഹുന്നാർ. മോശപ്പെട്ട ഒരു മനുഷ്യനാണ് പോകുന്നത് എന്ന് ആളുകൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ വജബത്ത് എന്ന് പറഞ്ഞതിന്റെ കാരണം അവന് നരകം നിർബന്ധമായിരിക്കുന്നു. അവൻ അള്ളാഹു നരകത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി പറയുന്ന ഒരു വാക്കുണ്ട്, അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. മറ്റുള്ളവനെ കാണപ്പെടുന്ന, മറ്റുള്ളവന്റെ ദുസ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ അറിയപ്പെടുന്ന നിങ്ങൾ ഈ ദുനിയാവിലെ സാക്ഷികളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പറയുകയാണ്. അപ്പോൾ ആളുകൾ പറയുന്നതനുസരിച്ചുകൊണ്ട് നന്മ പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും, തിന്മ പറഞ്ഞാൽ അതിനുള്ള മോശം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും നമുക്ക് ലഭിക്കുമെന്ന് ഈ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നല്ലത് പറയാൻ വേണ്ടി, ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്